CPM തെറ്റിദ്ധരുത്തി ജനപക്ഷത്തുനിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചാൽ അവർക്ക് നല്ലത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ധാർഷ്ട്യം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും ഇത്തരത്തിലുള്ള ഏകാധിപത്യവും ഒന്നും കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്നുള്ളത് ആ നേതൃത്വം മനസ്സിലാക്കണം. ഭർത്താവ് മത്സരിച്ച് ജയിച്ചെടുത്ത് ഭാര്യ മത്സരിക്കണമെന്ന് ഉള്ള അത്തരം തീരുമാനങ്ങളൊന്നും പ്രാക്ടിക്കലല്ല എന്നുള്ളത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അവരുടേതായ രീതിയിലുള്ള സ്വജനപക്ഷപാത പരിപാടികളുമായി മുന്നോട്ട് പോയാൽ അവർക്ക് അതിൻ്റേതായ ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു വിഷയവും അവിടെയില്ല. ഈ 2 അസംബ്ലി മണ്ഡലങ്ങളിലും എല്ലാവരും ഒറ്റക്കെട്ടായി. ഇപ്പോൾ അഴീക്കോട് നമ്മൾ അഴീക്കോട് ഒറ്റക്കെട്ടായതുപോലുള്ള ഒരു വർക്കാണ്. ഞാൻ പറഞ്ഞ അഴീക്കോട് ഞാൻ നേരത്തെ പറഞ്ഞ അത് സംശയമുണ്ടെങ്കിൽ മനോജിൻ്റെ പേരിൽ അന്വേഷിക്കാം. ആ ഒരു സംഭവം അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അഴീക്കോട് 6700 ചില്ലറ വോട്ടിന് അവരുടെ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അവിടെയാണ് നമ്മൾ നേരിയ ഒരു ഭൂരിപക്ഷത്തിന് നമ്മൾ തോൽക്കുന്നത്.